വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി വന്നോളെ. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണിങ്ങനെ, അല്ലെങ്കിൽ താങ്കൾ ഏത് ജനുസിൽ പെടുന്നു, ഏത് തരത്തിലുള്ള സംവിധായകനാണ്? ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ അറിയില്ല. കാരണം ഞാൻ രണ്ട് തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം കൊമേഴ്ഷ്യൽ മെയിൻ സ്ട്രീം സിനിമകൾ കണ്ടാണ് ഞാൻ വളർന്നത്. അതിൻ്റെ ഒരു അഫിനിറ്റി എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലൂടെ ആർട്ട് സിനിമകളെന്ന് വിളിക്കുന്ന സിനിമകൾ കാണുകയും സീരിയസ് സിനിമകൾ കാണുകയും അതിനോടൊരു ഒബ്സഷൻ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഒന്ന് ശരിയും മറ്റൊന്ന് തെറ്റൊന്നും എനിക്ക് ചിന്തയില്ല. രണ്ട് സിനിമകൾ ഞാൻ ആസ്വദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ രണ്ട് സിനിമ ചെയ്യാറുണ്ട്. പിന്നെ കുറേ അവാർഡുകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി ഒരിക്കലും കൊമേഴ്ഷ്യൽ മെയിൻ സ്ട്രീം സിനിമ വേണ്ട, ഇത് ആർട്ട് മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇത് രണ്ടും രണ്ട് ആസ്വാദന രീതിയാണ്. ഇപ്പോൾ കഥകളി എൻജോയ് ചെയ്യുന്ന ഒരാൾ തീർച്ചയായിട്ടും ചിലപ്പോൾ വേറൊരു പോപ്പ് മ്യൂസിക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. രണ്ട് തരത്തിലുള്ള ഒരു ആസ്വാദന രീതിയാണ്. അതുപോലെ തന്നെ ഇപ്പം ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുന്ന ഒരാൾ ചിലപ്പം ലൈറ്റ് മ്യൂസിക്കും കേൾക്കും. അപ്പോൾ അതുപോലെ തന്നെയുള്ള സിനിമയിൽ രണ്ട് തരത്തിലുള്ള സിനിമകൾ, ഈ രണ്ട് തരത്തിലുള്ള വേർതിരിവില്ല സിനിമയിൽ, എന്നാൽ പോലും രണ്ട് തരത്തിലുള്ള ആസ്വാദന രീതിയുണ്ട്. ആ ആസ്വാദന രീതിയെ നമ്മൾ പൂർണ്ണ മനസ്സോടെ, കാരണം നമുക്ക് വേണ്ടത് അതാണ്. കാരണം ഒരിക്കൽ എം മുകുന്ദൻ പറഞ്ഞിരുന്നു, എനിക്കത് വളരെയധികം തോന്നി. കാരണം നമ്മൾ വിദേശ അല്ലെങ്കിൽ യൂറോപ്യൻസിനൊക്കെ നോക്കുമ്പോൾ അവർ കഥകളി വളരെ പേഷ്യൻസോടെ ഇരുന്ന് കാണുന്നു. അതേപോലെ തന്നെ അവർ പോപ്പ് മ്യൂസിക്കോ അല്ല റോക്കോ ഹിപ്പ് ഹോപ്പൊക്കെ അവർ അതിൻ്റെ എല്ലാ ഫീലോട് കൂടി എൻജോയ് ചെയ്യുന്നു.